الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون صدق الله العظيم ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി വസിയത്ത് ചെയ്തു കൊള്ളുകയാണ്. കേരളത്തിലെ പ്രതികൂല കാലാവസ്ഥകളാണ്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നാടിനെയും രക്ഷിക്കുമാറാകട്ടെ. അനുഗ്രഹത്തിന്റെ മഴയായി അല്ലാഹുവിന്റെ മഴ നമുക്ക് മേൽ വർഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കുറച്ച് ആഴ്ചകളായി പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ കുത്തുബയിലെ വിശ്വാസിയുടെ മരണവും സത്യനിഷേധിയുടെ മരണവും വ്യത്യസ്തമാണ്. രണ്ടവസ്ഥകൾ എന്തായിരുന്നു എന്നാണ് ഇവിടെ വിശദീകരിച്ചത്. ഇനി മരണത്തിന് ശേഷം മരണാനന്തരമുള്ള കുറെ കാര്യങ്ങൾ, മയ്യത്തുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഒരാൾ മരിക്കാൻ നേരത്തെ ചെയ്യേണ്ട കുറെ സംഗതികളുണ്ട്. ചിലപ്പം മിക്കവാറും മരണങ്ങളൊക്കെ മരണാസന്നമായ അവസ്ഥയിൽ തന്നെ മരിക്കുന്നതായിരിക്കും. വളരെ പെട്ടെന്നുള്ള ചില മരണങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ മരിക്കാൻ ഏതാണ്ട് ആകുന്നു, രോഗം കരശലായി മരണാസന്നമായ അവസ്ഥയും വരാം. ഈ മരണാസന്നമായ അവസ്ഥയെയും രോഗത്തെയും സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ഏറ്റവും പ്രധാനം രോഗത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകും. അല്ലാഹു തആല അത്ഭുതകരമായ ഒരു ശരീരമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ശരീരം 1000 അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ജീവിക്കുന്നു എന്നുള്ള പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. ആ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കാൻ 1000 ആസൂത്രണങ്ങൾ അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. പടച്ച തമ്പുരാന്റെ വലിയ അനുഗ്രഹത്താലും കാവലിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ബോഡി, എൻ്റെ ശരീരം, ഞാൻ എന്ന അഹങ്കാരത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. മരണങ്ങൾ വന്നാൽ പിന്നെ നമ്മളെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയേയില്ല. നമ്മുടെ ശരീരത്തിന് രോഗം വന്നാൽ പോലും നമ്മളെല്ലാ അഹങ്കാരം പോയി. നമ്മുടെ ശരീരത്തില് രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ശാസ്ത്രം പറയുന്നത് ഇവിടൊക്കെ രോഗാണുക്കളുണ്ട് എന്നാണ്.
പക്ഷെ ആ രോഗം നമുക്ക് വരാത്തതിന് കാരണം അല്ലാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ആ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ രോഗബാധിതനാകുന്നത്. നമ്മുടെ പ്രതിരോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ രോഗബാധിതനാകുന്നത്. അതുമാത്രമല്ല, കേടുവരാതെ വിഷയം കുറെ കാലം കൊണ്ടിറക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ കൈപ്പത്തി, ലോകത്തെ ഏത് മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഈ കൈപ്പത്തി ഉണ്ടാക്കിയാലും ഒരു 10-30 കൊല്ലൊന്നും ഇതുപോലെ കേടുകൂടാതെ നിർത്താൻ പറ്റില്ല. നമ്മൾ സ്വർണം കൊണ്ടാണ് ഒരു കൈപ്പത്തി ഉണ്ടാക്കിയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അതിന് അവിടെ കുറഞ്ഞ തട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ 100 വയസ്സ് വരെയൊക്കെ ഈ കൈപ്പത്തി കേടുകൂടാതെ സൂക്ഷിക്കണം. യഥാർത്ഥത്തിൽ കൈപ്പത്തിക്ക് കേടുകൾ വരുന്നുണ്ട്. അപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള സിസ്റ്റം നമ്മുടെ കൈപ്പത്തിയിൽ ത്വക്കിൽ ചെയ്തിട്ടുണ്ട്. ഈ മുഖമൊക്കെ എത്ര കാലമായി, പക്ഷെ ഒരു പുറകെ വരാതെ നിർത്തുന്നത് ഇതിലെ കോശങ്ങളെ അതാ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിച്ചും പോഷകങ്ങൾ കിട്ടണമൊക്കെ നമ്മളൊന്ന് പഠിച്ചാൽ പഠിച്ചവന് മുമ്പിൽ മുമ്പിട്ട് പോകും. കാരണം നമ്മൾ കഴിക്കുന്ന മധുരമുള്ള, നിറമുള്ള, മണമുള്ള ജ്യൂസൊക്കെ മണിക്കൂറുകൾ കഴിയുമ്പോൾ യൂറിനായിട്ട് മൂത്രമായിട്ട് പോകണമെങ്കിൽ 10 ലക്ഷം നെഫ്രോണിലിട്ട് അരിച്ചെടുക്കുകയാണ്. അനേക ലിറ്റർ രക്തം ശുദ്ധീകരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ അറിയണില്ല. ഈ ഭൂമിയെ 2 വട്ടം ചുറ്റാവുന്ന അത്രയും രക്തക്കുഴലും ഞരമ്പും ഒരാൾക്കുണ്ട്. ആ രക്തക്കുഴലുകളിൽ ഒരു ചെറിയ തടസ്സം വന്നാൽ അതിനാണ് നമ്മൾ ബ്ലോക്ക് എന്നൊക്കെ പറയും. 2 ലക്ഷം 3 ലക്ഷം കൊണ്ട് കൊടുത്ത് ചിലപ്പോൾ രക്ഷപ്പെടാതിരിക്കുക. പക്ഷെ ഒരു ബ്ലോക്കും കൂടാതെ ജനിച്ച കാലം മുതൽ മരിക്കണ സെക്കൻഡ് വരെ ഈ പൈപ്പിലൂടെ ഈ രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അള്ളാഹിന്റെ അനുഗ്രഹം വല്ലാത്തൊരു അനുഗ്രഹമാണ്. പക്ഷെ അല്ലാഹു തആല ചിലപ്പോഴൊക്കെ രോഗം നമുക്ക് നൽകും. ഈ ശരീരത്തിൽ കേടുകൾ വരാം, അസുഖങ്ങൾ വരാം, രോഗങ്ങൾ വരാം. രോഗം വന്നാൽ അതിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, രോഗം അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം. നമ്മളിങ്ങനെ നല്ല ആരോഗ്യത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ചില രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തും. ഒന്ന് പനിച്ചാൽ മതി, എല്ലാ അഹങ്കാരിയായ മനുഷ്യനും അവിടെ കിടക്കും. ഒരു ജലദോഷം വന്നാൽ ആൾക്കാരുടെ ഇങ്ങനെ ചീറ്റും ബഹളം വെച്ചും ഒച്ച വെച്ചും ഒക്കെ ബുദ്ധിമുട്ടും. ഒരു ചെറിയ സെല്ലുകൾക്ക് ഒരു ക്യാൻസർ വന്നാൽ നമ്മളെല്ലാ ഓഫീസും പൂട്ടി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇസ്ലാം പറയുന്ന രോഗം ഒരു പരീക്ഷണം, അള്ളാഹുവിന്റെ പരീക്ഷണം. അതിനെ സധൈര്യം നേരിടാൻ വിശ്വാസിക്ക് കഴിയണം. രോഗം ഒരു ശാപമായിട്ട് ഇസ്ലാം കാണുന്നില്ല. രോഗം ഒരർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ രോഗബാധിതനാകുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും, നിങ്ങൾ ക്ഷമ പാലിക്കുകയാണെങ്കിൽ. വിരലുകൾക്കിടയിലൂടെ പാപം പൊഴിയും എന്നാണ് ഹദീസിലുള്ളത്. എങ്ങനെ രോഗം വന്നാല് അല്ലാഹുവിനെ കുറ്റം പറയും, തലതല്ലി കീറുകയല്ല ചെയ്യേണ്ടത്. പടച്ചവന് ബാക്കി തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അതിനെ ഈമാനോടുകൂടി നേരിടുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ അപരാധികളും പ്രയാസങ്ങളും അല്ലാഹുവിനോട് പറയാം. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹസീ ഇലല്ലാഹ്. എന്റെ വേദനയും ബസ്സിലൊക്കെ ഞാൻ അല്ലാഹുവിനോടാണ് അപരാധി പറയുന്നത്. വൈദാ മരിത്തു ഹുവ യശ്ഫീൻ, രോഗം തരുന്നത് അല്ലാഹ്, സുഖപ്പെടുത്തുന്നത് അല്ലാഹ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പടച്ചോനെ എന്റെ രോഗശിഫയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതേസമയം ആ രോഗത്തെ അങ്ങനെ തന്നെ നേരിടണം. രോഗം വരുമ്പോഴേക്കും ഞാൻ എന്തോ തകർന്നു എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു സ്ത്രീയെ കണ്ടിട്ട് പറഞ്ഞു, നല്ല കറുകറുത്തൊരു സ്ത്രീയാണ്. അവരെ കണ്ടിട്ട് പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, ആ സ്ത്രീ സ്വർഗത്തിലാണ്. അപ്പൊ എന്താ റസൂൽ അങ്ങനെ? അവരൊരിക്കൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർക്ക് അപസ്മാര രോഗമുണ്ട്. അപസ്മാരം വരുമ്പോ ഭയങ്കര പ്രയാസമാണ്. അപ്പോ എന്നോട് ആ രോഗം മാറ്റിത്തരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവരെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ മാറുന്നത്?
ആ രോഗം ഉണ്ടായിക്കോട്ടെ, അതുവഴി അള്ളാഹുവിന്റെ പാപം പുറത്തെന്നെങ്കിലും ഉടനെ ആ സ്ത്രീ പറയുന്ന എനിക്ക് രോഗം മാറണ്ട, ചുഴലി ബാധിച്ച് ഞാനിങ്ങനെ കിടന്ന് പിടയുമ്പോ എന്റെ വസ്ത്രം മാറിപ്പോയി നഗ്നയാകാറുണ്ട്, വസ്ത്രം മാറാതിരിക്കാൻ അള്ളാഹുവോട് ദുആ ചെയ്യണം. എന്റെ റസൂല് പറയാണ് ആ സ്ത്രീ സ്വർഗത്തെയാണ് മുഖ്യമായി കാണുന്നത്, ഈ ശരീരത്തിന്റെയും ഈ സുഖത്തെയുമല്ല. ഇപ്പൊ രോഗങ്ങൾ വരും, ആ രോഗം ഒരു പരീക്ഷണമായിട്ട് നമുക്ക് കാണാം. മാ യുസീബു മുസ്ലിമു മിൻ നസബിൻ വലാ ഫസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദ്ദൻ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിനൽ ഖതായ. മുസ്ലിമിന് ഒരു ദുരിതവും ഒരു പ്രയാസവും ഒരു വിഷമവും ഒരു സങ്കടവും ഒന്നും വരില്ല, അതുവഴി അള്ളാഹു അവന്റെ പാപം പുറത്തു കൊടുക്കാതെ. എന്ത് കഷ്ടം വന്നോ അതുവഴി അള്ളാഹു തആല പാപം പുറത്തു കൊടുക്കും എന്നാണ് പഠിപ്പിച്ചത്. ലാ കഫറല്ലാഹു ബിഹാ മിനൽ ഖതായ എന്നാണ്. ഇപ്പൊ നമ്മള് ഒരു മുസ്ലിം, ഇപ്പൊ ചില ആളുകൾ പള്ളിയിൽ രോഗം ബാധിക്കുമ്പോൾ പിന്നെ ജമാഅത്തിന് പള്ളിയിലൊന്നും പോകാത്തതിലേക്ക് അവർക്ക് വിഷമം. ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായി പള്ളിയിൽ പോകുന്ന ചില ആൾക്കാർക്ക് രോഗബാധിതനായി വീട്ടിലിരുന്നാൽ അവരെ സന്ദർശിച്ച് അവർ പറയും എനിക്കുള്ള ഏറ്റവും വലിയ സങ്കടം ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നതാണ്, അതായത് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അവരെ ആശ്വസിപ്പിച്ചിട്ട് റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മുസ്ലിമ മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ. നല്ല ആരോഗ്യമുള്ള ഒരാൾ ചെയ്യുന്നത് പോലുള്ള പ്രതിഫലം മനസ്സുണ്ടെങ്കിൽ അള്ളാഹ് ആ രോഗിക്ക് കൊടുക്കും. ജമാഅത്തിന് രോഗി പോയില്ലെങ്കിലും രോഗം വരുന്നത് വരെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്ന ആളാണ്, ജമാഅത്തിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് അറിയാലോ. അള്ളാഹു തആല രോഗിക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും എന്നതാണ്. ഇപ്പൊ രോഗങ്ങൾ അങ്ങനെ നമുക്ക് കാണും. അയ്യോക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പറക്കുന്ന രൂപല്ല. മുസീബത്തുൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. ലോകത്തെ ആത്മഹത്യകളിൽ വലിയൊരു വിഭാഗം ആത്മഹത്യ രോഗം ബാധിച്ച ആളുകൾ ചെയ്യുന്ന ആത്മഹത്യയാണ്. എന്നാൽ രോഗത്തെ തടുക്കാനുള്ള ഈമാനില്ല. അപ്പൊ രോഗങ്ങളെ നമ്മൾ അത്രയും ശാപമായിട്ട് കാണാം. ഇത് നേരിടാനുള്ള കരുത്തുണ്ടെങ്കിൽ തന്നെ രോഗം ശരിയാവും. അവരെ ചികിത്സിക്കണം. രോഗം വന്നു കഴിഞ്ഞാൽ, രോഗം വന്നാൽ ചികിത്സിക്കണം. കാരണം എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്ലാം. കുല്ലു ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. മരുന്നില്ലാത്ത ഒരു രോഗവും ഇല്ല. തദാവു ഫഇന്നല്ലാഹ തആല ലം യദഅ ദാഅൻ ഇല്ലാ വദഅലഹു ദവാഅ ഗൈറ ദാഇൻ വാഹിദിൻ അൽഹർ. റസൂൽ പറയാണ്, തദാവു, നിങ്ങൾ ചികിത്സിക്കണം. ഇന്നല്ലാഹ തആല, അല്ലാഹു തആല ഒരു രോഗത്തിനും മരുന്ന് നിശ്ചയിക്കാതെ വെച്ചിട്ടില്ല. എന്നിട്ട് റസൂൽ പറയുന്നു ഒരെണ്ണത്തിനൊഴികെ, അത് വാർദ്ധക്യമാണ്. വാർദ്ധക്യത്തിൽ മരുന്ന് കുടിച്ചിട്ട് യുവാവാകാനോ ബാലനാകാനോ കഴിയില്ല. ബാക്കി ഏത് രോഗത്തിനും രോഗമുണ്ട്, അള്ളാഹ് മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നിശ്ചയിക്കപ്പെടാത്ത മരുന്ന് നിശ്ചയിച്ച മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ മരുന്ന് കഴിക്കണം എന്നതാണ്. മരുന്ന് ഇറക്കാതെ അള്ള രോഗം ഇറക്കിയിട്ടില്ല, അതുകൊണ്ട് ചികിത്സിക്കണം. അപ്പൊ ചികിത്സ എപ്പോഴും വളരെ പ്രധാനമാണ്. നമ്മൾ അള്ളാഹുവിനോട് കാര്യമായി രോഗത്തിന് വേണ്ടി ദുആ ചെയ്യാം. ദുആ മാത്രം പോലെ ചികിത്സിക്കുകയും ചെയ്യണം. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം അള്ളാഹിനോട് സംരക്ഷണം ആവശ്യപ്പെടാൻ. വിശപ്പിനുള്ള ഭക്ഷണം കഴിച്ചിട്ട് വേണം വിശപ്പ് തേർന്നേ. ഒരാൾ വിശപ്പ് മാറണേന്ന് ദുആ കൊണ്ട് വരില്ല, ഭക്ഷണം കഴിക്കാൻ അയാൾ തയ്യാറാണ്. ഇതേപോലെ രോഗത്തിന് ചികിത്സിക്കണം. ഏറ്റവും അത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ ചികിത്സ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിനോട് കാര്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ചികിത്സകൾ ഒരിക്കലും നിഷിദ്ധ മാർഗത്തിലാകാതിരിക്കാൻ നോക്കണം. പലപ്പോഴും നിഷിദ്ധമായ ചികിത്സ, ഹറാമായ ചികിത്സ നടത്തരുത്. കാരണം ചികിത്സ നടത്തുമ്പോൾ ചിലര് ഈ മന്ത്രിച്ചൂലിയിട്ടും വൈക്കല്യാത് ഇത് എന്നൊക്കെ പറഞ്ഞ അന്ധവിശ്വാസം ദീനുൽ ഇസ്ലാമിൽ ശിർക്കിലേക്ക് ചാടുന്ന ഒരു ഇതിലും നമ്മൾ ചെന്ന് ചാടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടത്. മൻ അല്ലക തമീമത്തൻ ഫലാ ഉത്തിമല്ലാഹു ലഹു വമൻ അല്ലക വദഅതൻ ഫലാ വദഅല്ലാഹു ലഹു. ആരെങ്കിലും ഏലസ് മന്ത്രത്തകിട് ധരിച്ചാൽ അള്ളാഹു അവന്റെ ആഗ്രഹം പൂർത്തിയാകാതിരിക്കട്ടെ. ആരെങ്കിലും
ഈ ചരട് പോലെ ചിപ്പി പോലെയുള്ള സാധനങ്ങൾ ധരിച്ചാൽ അവന് മനസ്സമാധാനവും സമാധാനപൂർണമായ അവസ്ഥയും നൽകാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മുക്തിക്കണം. മറ്റൊന്ന്, ചികിത്സ ഏതാണെന്ന് നന്നായി പഠിക്കണം. മലബാറിലൊക്കെയുള്ള മുസ്ലിങ്ങൾക്കുള്ള ഒരു ബന്ധം എന്താന്ന് പറഞ്ഞാല് ചികിത്സയെ കുറിച്ച് തെറ്റായ പഠനങ്ങളുണ്ട്. എന്നിട്ട് ശാസ്ത്രീയമായും വളരെ നല്ല രീതിയിലും തെളിയിക്കപ്പെട്ട ചികിത്സകൾ തേടാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അതിന്റെ പിന്നാലെ സകല വേണ്ടാത്തരത്തിന്റെ പിന്നാലെ ചികിത്സിച്ച് അവസാനം നാശത്തിൽ ചെന്ന് ചാടുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എവിടെയെങ്കിലും ഒരാൾ ഒറ്റമൂലി മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ തെറ്റി ഇങ്ങനെ നടക്കും. അല്ലെങ്കിൽ കുറെ തെറ്റായ ചികിത്സാ രീതികൾ. ഈ തെറ്റായ ചികിത്സാ രീതികളിലും പെടാതിരിക്കാനും ശരിയായ ചികിത്സ നടത്തൽ ഇസ്ലാമികമായിട്ട് ബാധ്യതയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി രോഗം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളിലൊന്ന്, രോഗം വന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ രോഗസന്ദർശനം നടത്തുക എന്നതാണ്. രോഗസന്ദർശനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ സദസ്സിനെ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. രോഗസന്ദർശനം എന്നല്ല ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിലൊക്കെ ഉള്ളത് അയ്യാദത്തുൽ മരീദ് എന്നാണ്. അയ്യാദത്തുൽ മരീദ്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ റദ്ദുസ് സലാം വഖിയാദത്തുൽ മരീദ് വത്തിബാഉൽ ജനായിസ് വഇജാബത്തുൽ ദഅവ തസ്മീത്തുൽ ആതിശ് മുത്തഫഖുൻ അലൈഹി. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ 5 ബാധ്യതകളുണ്ട് എന്നുള്ള ഹദീസിൽ പറയുന്നു. സലാം മടക്കൽ, ഒരാൾ സലാം ചെല്ലാൻ മടക്കണം, നിർബന്ധ ബാധ്യത. രോഗിയെ ഇയാദത്തുൽ മരീദ് നടത്തുക, അതേപോലെ ജനാസയെ പിന്തുടരുക, അതേപോലെ ക്ഷണത്തിന് ഉത്തരം നൽകുക, തുമ്പിയാൽ അതിനുള്ള മറുപടി നൽകുക, ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. അപ്പോ എന്താണ് ഇയാദത്തുൽ മരീദ്? ഇയാദത്തുൽ മരീദ് എന്ന് പറഞ്ഞാൽ രോഗ സന്ദർശനം എന്നല്ല. നമുക്കറിയാം സിയാറത്ത് എന്നാണ് സന്ദർശനത്തിന് സാധാരണ അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ഖബർ സിയാറത്ത്, ഖബർ സന്ദർശനമാണ് അവിടെ. നമ്മൾ സിയാറ നടത്താൻ പോകും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണതാണ് സിയാറത്ത്. ഇത് ഇയാദത്ത് എന്ന വാക്കാണ്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും ഹെഡിങ്ങുകളിലും ഒക്കെ ഇയാദത്ത് എന്നല്ലാതെ സിയാറത്തുൽ മരീദ് എന്നില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മളൊക്കെ കാണിക്കണ പോലെ രോഗികളെ ഇങ്ങനെ സന്ദർശിക്കാൻ നടക്കുക എന്നതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പകരം രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യുക എന്നതാണ്. ഇയാദത്തുൽ മരീദ് എന്ന് പറഞ്ഞാൽ രോഗ ശുശ്രൂഷ എന്നതാണ്. ഇപ്പൊ നമുക്ക് ആശുപത്രിയിലൊക്കെ കാണാം, ഒരാൾ രോഗിയായാലും മുസ്ലിം സമുദായത്തിലാണ് കൂടുതലുള്ളത്. ആളുകളും ബന്ധുക്കളും കുട്ടികളും പെണ്ണുങ്ങളും ആളുകളൊക്കെ മുന്തിരി ആപ്പിളൊക്കെ മേടിച്ച് ആകെ ആശുപത്രിയിൽ അങ്ങോട്ട് കയറി ഇറങ്ങും. വരുന്ന ആളുകൾ ആ മര്യാദകളൊന്നും പാലിക്കൂല. ചിലർക്ക് ജലദോഷം ഉണ്ടാവും, ചിലർക്ക് അസുഖം ഉണ്ടാവും, ഈ ആൾക്ക് രോഗിനെ കാണാൻ പാടില്ല, എന്തെല്ലാം വേണ്ടാത്തരങ്ങളാണ് അതിൽ നടക്കുന്നതെന്ന് പറയേണ്ടതില്ല. രോഗിയെ എങ്ങനെ സന്ദർശിക്കുക, അതിന്റെ മര്യാദ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. എന്നാലോ ഇയാൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷയും ആരും ചെയ്തു കൊടുക്കുക. മിക്കവാറും ഇപ്പൊ പലർക്കും ഒരു മക്കള് 2 മക്കളൊക്കെ ഉള്ളൂ, ഞാൻ അടുത്തേലും അതും ഉണ്ടാവില്ല. ഈ ഒരു മോനായിരിക്കും ബാപ്പാനെ നോക്കാണ്ടായി. ബാപ്പ 2 ആഴ്ചയായിട്ട് ആശുപത്രിയിലാണ്, ഇവര് തിരിയാൻ പറ്റുന്നുണ്ടാവില്ല. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ പറ്റില്ല. കാരണം ബാപ്പാനെ 24 മണിക്കൂർ നോക്കേണ്ടി വരികയാണ്. അവിടെയാണ് നമ്മൾ ചെന്നിട്ട് അവരോട് പറയുന്നത്, ബന്ധുവായ സുഹൃത്തായ നമ്മൾ പറയാണ്, നിന്റെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പോയിക്കോ, ഒന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ നോക്കിക്കോളാം വാപ്പാനെ. ഇതിനാണ് ഇയാദത്തുൽ മരീദ് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി വന്നിട്ട് നിങ്ങളെ ഉമ്മാനെ നോക്കിക്കോളാം, ഞാൻ ആശുപത്രിയിൽ 1 മണിക്കൂർ നിന്നോളാം, ഒരു രാത്രി ഞാൻ ചെലവഴിച്ചോളാം, അതല്ലെങ്കിൽ ഇന്ന സാധനം ഞാൻ വാങ്ങിക്കൊണ്ടു തരാം. ഇങ്ങനെ രോഗിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇയാദത്തുൽ മരീദ്. അത് വളരെ 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 പ്രതിഫലാർഹമായ കാര്യമാണ്. അപ്പൊ രോഗ സന്ദർശനമല്ല വേണ്ടത്, പകരം രോഗപരിചരണമാണ് നടത്തുന്നത്. മാത്രമല്ല രോഗിനെ സന്ദർശിക്കുമ്പോൾ കുറെ മര്യാദകളുണ്ട്. തോന്നിയ പോലെ സന്ദർശിക്കാനൊന്നും പാടില്ല. നമ്മൾ രോഗിയും നമ്മൾക്ക് പകർച്ചവ്യാധിയൊക്കെ ഉണ്ടെങ്കിൽ ആ വഴിക്ക് ചെല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി പറഞ്ഞിട്ടുണ്ട്, പകർച്ചവ്യാധിയുള്ള ആൾ ഒരു സ്ഥലത്തേക്ക് പോകരുത്, അയാൾ ആ സ്ഥലം വിട്ട് പോകാനും പാടില്ല, അവർക്ക് അയാളിലേക്ക് ഒരാൾ വരാനും പാടില്ല. നമ്മളെ വീട്ടിൽ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് നല്ല പകർച്ചവ്യാധിയാണ്, കാണാതിരിക്കാൻ പറ്റൂല, എന്താ വിചാരിക്കാൻ സന്ദർശിക്കേണ്ട കാര്യമില്ല. അവിടെ പരിചരിക്കേണ്ട ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. രോഗമുള്ള ചെറിയ ജലദോഷവും പകർച്ചവ്യാധിയൊക്കെ ഉള്ള ആളുകൾ മറ്റു രോഗികളെ കാണാനും പോകാനും പാടില്ല. ഇനി പോകുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ്?
വളരെ സന്തോഷത്തോടു കൂടി രോഗിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രൂപത്തിലെ രോഗസന്ദർശനം നടത്താൻ പാടുള്ളൂ. ചെല്ലുന്ന വഴിക്ക് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഉറക്കെ സലാം ചൊല്ലിക്കൊണ്ട് വളരെ കൃത്യമായി സലാം ചൊല്ലിയിട്ട് പോരാ. ചെല്ലുമ്പോൾ തന്നെ എന്നിട്ട് ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ശ്ഫിനാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ രോഗി കേൾക്കണത്തിൽ ഉറക്കെ പറയാം. അല്ലെ നമ്മളിപ്പൊക്കെ ചെയ്യുന്നത് തന്നെ കണ്ട വേണ്ടാത്ത വർത്താനൊക്കെ രോഗിനെ ബേജാറാക്കി എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് പോകാൻ നേരത്തെ ചിലപ്പോൾ പഠിച്ച സുഖം കെട്ടിട്ടാന്ന് പറഞ്ഞ് പോരല്ല. റൂമിലേക്കോ ആശുപത്രിയിലേക്കോ വീട്ടിലേക്കോ കയറി ചെല്ലുമ്പോൾ തന്നെ ചിരിച്ച സന്തോഷത്തോടു കൂടി അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ശ്ഫിനാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ അള്ളാഹു എല്ലാ രോഗവും മാറ്റട്ടെ. ഇനി അറബി പറയാൻ കിട്ടിയില്ലെങ്കിൽ മലയാളത്തിലെങ്കിലും അള്ളാഹു എല്ലാ രോഗവും സുഖപ്പെടുത്തട്ടെ എന്ന് രോഗിക്ക് ഉറക്കം പറഞ്ഞു കൊടുത്ത് രോഗിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം വർത്താനം പറയാൻ. കഴിയുമെങ്കിൽ രോഗിയുടെ മേലൊക്കെ കൈവെക്കാനൊക്കെ അനുവാദമുണ്ടെങ്കിൽ തോളത്ത് ഷോൾഡറിൽ കൈവച്ചിട്ട് അയാൾക്ക് വേണ്ടി ഉറക്കം പ്രാർത്ഥിക്കുക, അയാൾ കേൾക്കത്തക്ക രൂപത്തിൽ. കാരണം എന്തിനാ അയാൾ കേൾക്കത്തക്ക രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹിനെ കുറിച്ച ബോധം അയാൾക്ക് ഉണ്ടാകാനാണ്. അയാൾക്ക് അള്ളാഹിനോടുള്ള നന്ദി ബോധം ഉണ്ടാകാൻ അയാൾ കേൾക്കത്തക്ക വിധത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചില രോഗിയോട് പ്രാർത്ഥിക്കാൻ പറയാന്നാണ് കേട്ടോ. രോഗിയോട് പ്രാർത്ഥിക്കാൻ പറയാൻ റസൂൽ പറഞ്ഞത് തന്നെ രോഗിയുടെ പ്രാർത്ഥന അമ്മ വേറെ സ്വീകരിക്കും. നമ്മുടെ രോഗിക്ക് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നേരത്തെ നമുക്ക് പറയാം എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, രോഗിയെ ഒരിക്കലും ഒരു നിരാശയുടെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതേപോലെ രോഗസന്ദർശനം നടത്തുന്ന ആളുകൾ രോഗികളോട് രോഗിക്ക് ഉണർവുണ്ടാകുന്ന വർത്താനം പറയാൻ പാടുള്ളൂ. ഒരു ഗുരുവിന് എന്തോ ഒരു ചെറിയൊരു മുറിവ് വന്നിട്ട് അതിനെ ചികിത്സിച്ച് ആശുപത്രി ഇരിക്കുന്ന ആളോട് എന്നിട്ട് ഇത് സൂക്ഷിക്കണട്ടാ, ഇത് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് ഇതുപോലെ ക്യാൻസർ ആയിട്ടുണ്ടെന്നൊക്കെ ആ രോഗിയോട് പറഞ്ഞ ആളെ അടിച്ചു ഓടിക്കണം. ചില ആളുകൾ രോഗികളെ വല്ലാതെ ബേജാറാക്കി പറയും, ഒരാവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പലരും ഇതൊക്കെ നിസ്സാര കാര്യമില്ലേ. അല്ലാഹു തആല വിചാരിച്ച ഇതൊക്കെ രോഗമാണ്. രോഗിനെ ആശ്വസിപ്പിക്കണം, ഉടനെ നിങ്ങൾ സുഖമാകും, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് അത് നിസ്സാരമല്ലെങ്കിൽ പോലും രോഗിയെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിലെ ഒരു വഖഫ് പറയാറുണ്ട്, രണ്ടാളുടെ ശമ്പളമാണ്. ഒരാൾ മുതൽ സ്വത്ത് ദാനം ചെയ്തിരിക്കുക, അയാളെ പറമ്പോ സ്വത്തൊക്കെ ദാനം ചെയ്തിരിക്കുക. ആ സ്വത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയാമോ? രണ്ടാളുടെ ശമ്പളത്തിൽ. ഈ രണ്ടാളെ പണി എന്താന്ന് പറഞ്ഞാൽ രണ്ടാളെ കുറിച്ച് തന്നെ സിഫത്തുകൾ പറഞ്ഞിട്ട് സവിശേഷത പറഞ്ഞിട്ട് രണ്ടാൾ സുന്ദരന്മാരായിരിക്കണം, നല്ല ശബ്ദത്തിന്റെ ഉടമകളായിരിക്കണം. ഇവർ രണ്ടുപേരും ആശുപത്രികൾ സന്ദർശിക്കണം. ആശുപത്രികൾ സന്ദർശിച്ചിട്ട് അതിൽ ഒരാൾ മാത്രം രോഗിയുടെ അടുത്തേക്ക് കിടക്കണം, ഒരാൾ റൂമിന് പുറത്ത് മറിഞ്ഞു നിൽക്കണം. ചെന്ന വഴിക്ക് ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ശ്ഫിനാ ശിഫാ ഇല്ലാ ശിഫാഉക പറഞ്ഞ് എല്ലാ ആവശ്യം ഇതൊക്കെ ഒരു അസുഖമാണ്. അതിന്റെ ഒക്കെ 10 അസുഖങ്ങൾ ആൾക്കാർ ഇവിടുന്ന് സുഖമായി പോയി. ഇതൊന്നും ഒരു നിസ്സാര വിഷയമാണ്. ആ മരുന്ന് ആ ഡോക്ടർ ഉഷാറാണ്. ചില ആൾക്കാർക്ക് വന്നിട്ട് ഡോക്ടറുടെ വിഷയം ഇതാക്കല, അതോടെ രോഗി ആകെ തളരും. ഇതല്ല എല്ലാം പറഞ്ഞ് ഈ രോഗിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇതൊക്കെ ഉടനെ മാറുന്നത് നിസ്സാരാണ്. അപ്പോഴും രോഗിക്കുള്ളിൽ ഒരു വിചാരം ഉണ്ടാവും, ഇന്ന് ആശ്വസിപ്പിക്കാൻ പറയുന്നതാണ്. സംഗതി എന്റെ രോഗം ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ് എന്നുള്ള പേടിണ്ടാവും. പക്ഷേ ഇയാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പുറത്ത് ആള് നിൽക്കണ വേറെ രോഗിക്ക് അറിയില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഇവിടെ? ഞാനൊരു രോഗിനെ കാണാൻ വന്ന. എന്താ രോഗിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ഇത് രോഗി കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ സുഹൃത്ത് രോഗിയാണ്, അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, ചെറിയൊരു അസുഖമാണ്, 2 ദിവസം കഴിഞ്ഞാൽ ഭേദമായി പോകും. ഇപ്പൊ രോഗി വിചാരിക്കുകയാണ് എന്തെന്ന്, എന്നെ പറ്റിച്ചതല്ല, മറ്റവരോടൊക്കെ ഇയാൾ പറഞ്ഞത് രോഗം നിസ്സാരമാണെന്നാണ്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സ്വത്ത് ദാനം ചെയ്തത് വഖഫുകളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ നിലപാട് നമുക്കുണ്ടാകണം. ആൾക്കാരെ മുഴുവൻ ബേജാറാക്കി പേടിപ്പിച്ചും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രൂപത്തിലൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, രോഗികളെ സന്ദർശിക്കാൻ പാടില്ല. രോഗികൾക്ക് ആശ്വാസം നൽകുകയും അവരെ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന, അല്ലാഹുവിനെ അനുസ്മരിപ്പിക്കുന്ന, പരലോകത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും സന്തോഷവും പങ്കിടുന്ന വിധത്തിൽ രോഗികൾക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുക്കാനാണ് റിയാദത്തുൽ മരീദ് വളരെ 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 പുണ്യമാണെന്ന് മാത്രമല്ല നമ്മുടെ ബാധ്യതയിൽപ്പെട്ടത് കൂടി ആണ് എന്ന് മനസ്സിലാക്കും. ഇങ്ങനെ രോഗത്തോട് നമ്മൾ നിലപാടുണ്ട്. പക്ഷെ ഈ രോഗങ്ങളൊക്കെ മാറുകയൊക്കെ ചെയ്യും. പക്ഷെ അല്ലാഹു തആല തീരുമാനിച്ചാൽ പിന്നെ ആ രോഗം മാറില്ല. അയാൾ മരണാസന്നാവസ്ഥയിലേക്ക് മാറും. മരണമാസന്നമാകുക എന്ന് പറഞ്ഞാൽ ആ രോഗം കലശലാകുന്നു, പിന്നെ മരണത്തേക്ക് അടുക്കുകയാണ്. ചില ആളുകൾക്ക് എത്ര
മരിക്കാൻ ആഗ്രഹിച്ചാലും രോഗത്തോടു കൂടി മല്ലടിച്ച് കാലങ്ങളിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ പോലും ഇസ്ലാം പറഞ്ഞത് പിന്നെ മരിപ്പിക്കണേന്ന് ദുആ ചെയ്യരുതെന്ന്. മാക്സിമം ഇയാൾക്ക് ഇത്ര പ്രാർത്ഥിക്കുക, അല്ലാഹുവേ ജീവിതമാണ് ഉത്തമെങ്കിൽ എന്നെ ജീവിപ്പിക്കും, മരണമാണ് ഉത്തമെങ്കിൽ മരിപ്പിക്കും. പക്ഷെ അല്ലാഹു എത്രയാണോ പരീക്ഷിക്കാൻ തീർച്ചയായും നേരിടണം. ആ രോഗം കലശലായി മരണത്തേക്ക് അടുക്കുന്ന സന്ദർഭത്തിൽ മരണാസന്നമാകുന്നത്, അതൊക്കെ നമ്മൾ കുട്ടികളെയും നമ്മളെ ആളുകളൊക്കെ കാണണം, മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് പലരെയും കുട്ടികളൊന്നും ഈ ഭാഗത്തേക്ക്, ചെറുപ്പക്കാരൊന്നും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കരുത്. ഞങ്ങൾ കല്യാണം കുട്ടി പോയി നോക്കിയ നിറയെ ചെറുപ്പക്കാരെ, ആ കുടുംബക്കാരുടെ കല്യാണത്തിൽ 5000 ആളുണ്ടാവും. 5000 ആൾക്കാരിൽ ഒരു 3000 ചെറുപ്പക്കാരികളും ആളുകളും ആട്ടും പാട്ടും കൂത്തും എല്ലാം. കല്യാണം അടിപൊളിയല്ല, 5000 ആളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 3000 ആളൊക്കെ. അതേ വീട്ടില് വേണ്ടപ്പെട്ട ആള് മരിച്ചാലോ മയ്യത്തും അറിയാൻ നേരത്ത് 100 ആള് അത്ര ഉണ്ടാവുള്ളൂ. മരിച്ചാലും നീ ചെറുപ്പക്കാരുടെ ആ വഴിക്ക് പോകൂല. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. ബിരിയാണി കല്യാണത്തിലേക്ക് എല്ലാവരും അടിച്ചു കയറി ചെയ്യും. പക്ഷെ മരിച്ചാൽ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനോ എന്നാൽ തന്നെ എന്താ പറയുന്നത്, ഓടി ചെല്ലും. ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് തട്ടാ ഞാൻ വന്നിട്ടാന്ന് പറയും. എന്നിട്ട് തുണിയൊന്ന് പൊക്കി നോക്കിയിട്ട് ഒരൊറ്റ നോട്ടാണ് ആ മയ്യത്ത് മൽക്ക്. എന്നിട്ട് നോക്കിയിട്ട് അതുകൊണ്ട് മറച്ചു വെച്ച് ആളിന് പോകും. ദുആയില്ല, നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. മയ്യത്ത് കാണൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു പുണ്യമുള്ള കാര്യമല്ല. എന്റെ വ്യക്തിപരമായ പഠനത്തിൽ അങ്ങനെ മയ്യത്ത് കാണുക എന്നത് ഒരു പണി ഇല്ല ഇസ്ലാമിൽ. മയ്യത്ത് ഇങ്ങനെ നോക്കുന്ന പണി ഇല്ല. പകരം മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ റസൂലുള്ളാഹിയെ പോലെ ഒറ്റ സഹാബാക്കൾ, റസൂലുള്ളാഹിയുടെ അടുത്ത ആളുകൾ മാത്രമേ റസൂലിന്റെ ഭൗതിക ശരീരം കണ്ടിട്ടുള്ളൂ. 3 ദിവസം അവിടെ ഇരുന്നിട്ട് പോലും സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ ആ തുണി പൊക്കിയിട്ട് റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. അങ്ങനെയാണ് അതിന്റെ ചരിത്രം. പകരം നമ്മളിപ്പോ ചെയ്യലെന്താ, മരിച്ചാൽ ആൾക്കാർ വരിക, പോവുക. അവസാനം കുറച്ച് ആൾക്കാർ നിസ്കരിക്കാണ്ടാവും, വേറെ ആൾക്കാർ. ആ നിസ്കരിച്ചവർ പറഞ്ഞ് ബാക്കി കുറച്ചും കൂടി സ്കൂട്ടിന് ചെയ്തിട്ട് ബാക്കി കുറച്ച് ആൾക്കാർ കവറിന്റെ അവിടെ കിട്ടാവും. അതെങ്ങനെയാണ് മറു ചെയ്തുമ്പോഴത്തേ ആൾക്കാർ ചുരുങ്ങി. മൂപ്പരെ മോളെ കല്യാണം നടത്തിയപ്പോൾ 3000 ആണ്. മൂപ്പര് മരിച്ചപ്പോഴോ 300 ആൾ പോലുമില്ല. ഈ വൈകൃതം മാറണം. മരിച്ചാൽ മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ വ്യാപൃതരാകേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. മരിക്കുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. രോഗം കലശലായി മരണത്തോട് അടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് മയ്യത്തിന് തൽഖീൻ ചൊല്ലി കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണം. ആ ചെല്ലി തന്നെ നിർബന്ധിച്ച് ചൊല്ലിക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ ചൊല്ലി കൊടുത്താൽ മതി. അവർ ചൊല്ലിട്ടോ എന്നുള്ളത് നമ്മൾ അങ്ങനെ നോക്കണ്ടില്ല, അങ്ങനെ ഉച്ചരിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങനെ ചൊല്ലി കൊടുത്തുകൊണ്ടേയിരിക്കാം. അതേപോലെ യാസീൻ ഓതി കൊടുക്കാം. ഇഖ്റഉ മൗതാക്കും സൂറത്തെ യാസീൻ മരണമാസന്നമായ ആളുകൾക്ക് ഓതി കൊടുക്കണം. യാസീൻ ഓതി കൊടുക്കണം എന്തിനാന്ന് ചോദിച്ചാലും യാസീനിലാണ് പരലോകത്തെ കുറിച്ചൊക്കെ ഏറെ പറയുന്നത്. അതുകൊണ്ട് മരണാസന്നനായ ആൾ ഭക്തി നിർഭരമായി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്നതിന് വേണ്ടി യാസീന്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭക്തി നിർഭരമായി മരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി യാസീൻ ഓതി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അതിനെന്ത് വേണം, ജീവിച്ചിരിക്കുമ്പോൾ യാസീന്റെ അർത്ഥം പഠിക്കണം. പറഞ്ഞാൽ നാളെ 2 ദിവസം കഴിഞ്ഞ എന്റെ കയ്യും കണ്ണും കാലൊക്കെ എനിക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള പൂർത്തി അയാൾക്ക് ഉണ്ടാക്കാൻ ബന്ധത്തിൽ ഭക്തി നിർഭരമായി മരിക്കുന്നതിന് വേണ്ടിയാണ് അത് ഓതാൻ പറഞ്ഞത്. പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ സൂറത്ത് പഠിക്കണം. എന്തായാലും യാസീൻ ഓതി കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരിച്ച ആ മയ്യത്തിന്റെ യാസീൻ ഓതി മരിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ആയി കിട്ടിയാൽ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന എന്ന ഹദീസ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കാരണമാണ്. അതേപോലെ മരണാസന്നമായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം, വലതുഭാഗം ചരിച്ച് കിടത്തി കിബിലക്ക് നേരെ ഇരിക്കുന്നത്, കിബിലക്ക് നേരെ കിടത്തുന്നത് നല്ലതായിരിക്കും. യാസീൻ ഓതി കൊടുക്കുക. അങ്ങനെ ഏതാണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വായിൽ വല്ല വായ വെള്ളം കിട്ടാത്ത പ്രയാസം ഉണ്ടെങ്കിൽ വായ നനച്ചു കൊടുക്കുന്നതും തടവി കൊടുക്കുന്നതും ചെടി കൊടുക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഒക്കെ നല്ലതാണ്.
ഒരിക്കലും അവരെങ്ങനെ ഇതാക്കണമെങ്കിൽ ചുറ്റും നിന്നിട്ട് ബഹളം വെച്ച് കരയാനും സങ്കടപ്പെടാനും ഒക്കെ പാടില്ല. അവർക്ക് എന്റെ വേണ്ടപ്പെട്ട ആൾ അള്ളാന്റെ അടുത്തേക്ക് പോകുക എന്നുള്ള ഒരു യാത്രയപ്പ് രീതി തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. സങ്കടവും ദുഃഖമൊക്കെ ഉണ്ടാവും, ആ കരച്ചിലൊക്കെ വരാം. പക്ഷെ അലമുറ ഇടലും നിലവിളിക്കലും അത് ഒച്ചപ്പാടുണ്ടാക്കലും ഒന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടുമില്ല. കാരണം ഇയാളെന്തോ നമസ്കാരമൊന്നും പോയില്ല, അള്ളാഹുടെ അടുത്തേക്ക് തുറക്കം വാങ്ങാൻ പോകുക. ആ ആളെ നല്ല രീതിയിൽ യാത്രയാക്കുക എന്നുള്ള മനസ്സിലായിരിക്കണം ഉണ്ടാവില്ല. മരിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണുകളൊക്കെ മൂടുക, മൃതദേഹം മൂടുക, സംസ്കാര പ്രവർത്തനങ്ങൾക്ക് ധൃതി പിടിക്കുക. അതിങ്ങനെ ഗൾഫിലെ മോന് വരാൻ വേണ്ടി കാത്തിരിക്കുക, അതൊന്നും ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചേക്കുന്നത്. അതൊന്നും വേണ്ടാത്ത പണികളാണൊക്കെ. ഈ മയ്യത്ത് തണുപ്പിച്ചിട്ട് ഐസിലട്ടയിൽ ഇട്ടിട്ട് ഫ്രീസറിൽ ഇട്ടിട്ട് 3-4 ദിവസമൊക്കെ കാത്തിരിക്കണം. എന്നിട്ട് ഈ മോൻ വന്നിട്ട് എന്താ ഇങ്ങനെ കാണല്ലേ? ഈ മോൻ ജീവിച്ചിരിക്കുമ്പോ ചിരിച്ചിരിക്കണ വാപ്പാനെ മനസ്സിലുണ്ടല്ലോ. അതുപോലെ ഈ മരിച്ച മയ്യത്ത് കണ്ടിട്ട് എന്ത് പുണ്യം കിട്ടാനാ? പകരം അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പകരം നേരത്തെ തന്നെ എന്റെ ആൾക്കാർക്കൊക്കെ വരുത്തിപ്പെടാനുള്ള സൗകര്യത്തിനുള്ള സമയം നിശ്ചയിച്ചിട്ട് പെട്ടെന്ന് മറവ് ചെയ്യാൻ പറയാം. മക്കള് ഗൾഫിലും അബുദാബി, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അവരെ കാത്തിരുന്നിട്ട് ഈ ഫ്രീസറിൽ വെച്ച മയ്യത്തും വെച്ചിട്ട് ജനങ്ങളെ മുഴുവൻ പറഞ്ഞയച്ച് പിന്നെ അവസാനം ഈ മോന്റെ നോട്ടത്തിന് വേണ്ടി മയ്യത്ത് കാത്തു വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതൊക്കെ നമ്മൾ വസീയത്ത് കൊടുത്ത് ശരിയാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ഖുതുബയിൽ പറയാം. അപ്പൊ നമ്മള് മരണം ഈ ലോകത്തോടുള്ള നമ്മുടെ നിലപാടൊക്കെ ഈ ഒരു കാഴ്ചപ്പാടോട് കൂടി ആയിരിക്കണം. നമ്മള് ഒരിക്കലും അതിന്റെ പേര് വിഷമിക്കോ സങ്കടപ്പെടണമെന്നില്ല. ഇങ്ങനൊക്കെ രോഗം വന്നു അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുക. പക്ഷെ ചെയ്യാൻ പറഞ്ഞ പണിയൊക്കെ നമ്മൾ ചെയ്യണം. ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. രോഗമില്ലാത്ത അവസ്ഥകൾ നേടിയെടുക്കണം. പ്രത്യേകിച്ച് പുതിയ കാലത്തൊക്കെ ഈ ചികിത്സ എന്ന് പറയുന്നത് ഒരു വലിയ മാഫിയ പരിപാടിയാണ്. ലക്ഷങ്ങളുടെ കോടികളുടെ തിരിമറികളാണ് ഇതിൽ കണക്ക്. തട്ടിപ്പും വെട്ടിപ്പുമാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമുദായം ഒരുപാട് പണം രോഗ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്നത്. മുസ്ലിം സമുദായം എനിക്ക് തോന്നുന്നത് ഈ പ്രൈവറ്റ് ആശുപത്രികളാണ് അധികം ആശ്രയിക്കാറ്. പക്ഷെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഞാനൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിൽ ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ആളായിട്ട് പോലും ഞാൻ പറയുന്നു, മാക്സിമം ഗവൺമെന്റ് ആശുപത്രികളെ നേടി അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണം. ഇത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നു, 2 ആൾക്കാരെ മുമ്പിൽ കൈ നീട്ടാൻ നടക്കുന്ന രീതി ഒഴിവാക്കണം. ചികിത്സകളിൽ നമ്മളെ വല്ലാതെ ചതിപ്പെടുത്തുന്ന കോടികളുടെ ചികിത്സ, 18 കോടിയുടെ മരുന്നൊക്കെ അല്ലേ ഉള്ളത്. ഇങ്ങനെയുള്ള ചതികളൊക്കെ ഈ ലോകത്തുണ്ട്. അവിടെയൊക്കെ മാന്യമായ രീതിയിൽ നിൽക്കണം. മരണാസന്നന നമ്മളെ എല്ലാവിധ ആശ്വാസവും നൽകാൻ വേണ്ടി ശ്രമിക്കണം. ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ഖുതുബയിൽ ശരിയായിരിക്കാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.